വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡെയിലി റുട്ടീൻ എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ പാസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നത് കൂടി കണ്ടു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആണിത്. ഇത് നമ്മൾ നാളെ എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നിങ്ങൾ ആദ്യത്തെ 2 വീഡിയോസും ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരുന്ന വീഡിയോയും പാസ്റ്റ് ആക്ടിവിറ്റീസ്, കഴിഞ്ഞുപോയ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് രണ്ടും നമ്മൾ ഇതേ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു. രാവിലെ മുതൽ രാത്രി വരെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാത്രി വരെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇനി ഈ സെയിം കാര്യം തന്നെ നമുക്ക് നാളെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ നാളെ രാത്രി വരെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നോക്കാം. നമ്മൾ ഡെയിലി റുട്ടീനിൽ പറഞ്ഞപ്പോൾ ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞു. ഇന്നലെ ചെയ്തപ്പോഴേക്കും ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞു. ഇനി അത് നാളെ വരാൻ നേരത്ത് ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയും. ഐ റിപ്പീറ്റ്, ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും വ്യത്യാസം നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് പോകണം കേട്ടോ ഓരോ സെൻറ്റൻസിലും. ഓക്കെ, ഞാൻ 3 കാര്യങ്ങളും 3 സെൻറ്റൻസും ഒരേപോലെ എടുത്ത് പറയുന്നതാണ്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത്? ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഐ ബ്രഷ്ഡ് മൈ ടീത്ത് എന്ന് ഇന്നലെ ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ നാളെയാണെങ്കിൽ ഐ വിൽ ബ്രഷ് മൈ ടീത്ത്. ഐ വിൽ ബ്രഷ് മൈ ടീത്ത്. ഓക്കെ, ഇനി ഐ ടേക്ക് ബാത്ത് എന്ന് ഡെയിലി റുട്ടീനിൽ പറഞ്ഞപ്പോൾ ഐ ടുക്ക് ബാത്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത് നാളെയാണെങ്കിൽ നമ്മൾ ഐ വിൽ ടേക്ക് ബാത്ത് എന്ന് പറയും. ഐ വിൽ ടേക്ക് ബാത്ത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് വരുന്നത് ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഐ ഡ്രാങ്ക് ടീ ആയി. ഇനി നാളെ വരാൻ നേരത്ത് ഐ വിൽ ഡ്രിങ്ക് ടീ എന്നാകും. ഐ വിൽ ഡ്രിങ്ക് ടീ. ഓക്കെ, ഇനി അടുത്തത് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയി. അതുപോലെ തന്നെ ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഇത് നാളെ വരാൻ നേരത്ത് ഐ വിൽ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ വിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാകും. ഓക്കെ, ഇനി നമ്മൾ ഓഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഐ ഗോ ടു മൈ ഓഫീസ് എന്ന് പറഞ്ഞു. അത് ഐ വെൻ ടു ഓഫീസ് എന്നുള്ളതായി. അപ്പോൾ നാളെ വരാൻ നേരത്ത് ഐ വിൽ ഗോ ടു ഓഫീസ് എന്നാകും. ഐ വിൽ ഗോ ടു ഓഫീസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് വരാൻ നേരത്ത് നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. ഐ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഐ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. അത് ഐ ഡിഡ് മൈ വർക്ക് ഇൻ ദി ഓഫീസായി. നാളെ വരാൻ നേരത്ത് ഐ വിൽ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഐ വിൽ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഓക്കെ, നെക്സ്റ്റ് വരാൻ നേരത്ത് നമ്മൾ ലഞ്ചിലേക്ക് എത്തി. ഐ ഹാവ്, സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു. ഐ ഹാവ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ലഞ്ച്. അത് ഐ ഹാഡ് മൈ ലഞ്ചായി. ഐ എയ്റ്റ് മൈ ലഞ്ചായി. ഇവിടെ വരാൻ നേരത്ത് ഐ വിൽ ഹാവ് മൈ ലഞ്ച്. ഐ വിൽ ഈറ്റ് മൈ ലഞ്ച്. അങ്ങനെയായി മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സെയിം കാര്യം തന്നെ റെപ്പറ്റീഷൻ വരുന്നതാണ്. നമുക്ക് ഐ ഡ്രിങ്ക് ടീ എന്നുള്ളത് ഐ ഡ്രാങ്ക് ടീ ആയി. അപ്പോൾ ഇവിടെ വരാൻ നേരത്തും ഐ വിൽ ഡ്രിങ്ക് ടീ എന്നാകും. ഓക്കെ, പിന്നെ ഓഫീസിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന കാര്യം പറഞ്ഞു. ഐ കം ബാക്ക് ടു മൈ ഹൗസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ഐ കെയിം ബാക്ക് ടു മൈ ഹൗസ് ആയി. അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് നമ്മൾ ഐ വിൽ കം ബാക്ക് ടു മൈ ഹൗസ്. ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു മൈ ഹൗസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫാമിലിയോടുകൂടി ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി, അല്ലെങ്കിൽ ഐ പ്ലേ വിത്ത് മൈ കിഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഐ പ്ലേഡ് വിത്ത് മൈ കിഡ്സ് ആയി. ഐ സ്പെൻഡ്, SPENT, അതിനെക്കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞു. ഇനി നാളെ വരാൻ നേരത്ത് നമ്മൾ പറയും ഐ വിൽ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി, അല്ലെങ്കിൽ ഐ വിൽ പ്ലേ വിത്ത് മൈ കിഡ്സ്.
ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ടി വി കാണുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് വാച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് ഐ വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വാച്ച് യൂട്യൂബ് ചാനൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ ആയപ്പോൾ നമ്മൾ പറഞ്ഞത് ഐ വാച്ച്ഡ് ടി വി എന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ഐ വാച്ച്ഡ് യൂട്യൂബ് ചാനൽസ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നാളെ വരാൻ നേരത്ത് ഐ വിൽ വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വിൽ വാച്ച് യൂട്യൂബ് ചാനൽസ് എന്ന് പറയണം. ഓക്കെ, ഐ വിൽ വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വിൽ വാച്ച് യൂട്യൂബ് ചാനൽസ്. ഓക്കെ, സോ ഇനി നമ്മൾ റെപ്പറ്റീഷൻ തന്നെയാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു, അടുത്തത് ഡിന്നർ. സോ ദ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഐ വിൽ ഹാവ് മൈ ഡിന്നർ എന്ന് പറയണം. ഐ വിൽ ഈറ്റ് മൈ ഡിന്നർ. നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴേക്കും ഐ ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞു, ഐ ഹാഡ് ഡിന്നർ പറഞ്ഞു. ഇപ്പുറത്ത് വന്നപ്പോൾ ഐ വിൽ ഹാവ് ഡിന്നർ എന്ന് പറയണം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞു. അവിടെ ഐ ഗോ ടു ബെഡ് അല്ലെങ്കിൽ ഐ സ്ലീപ്പ് അറ്റ് 10 അല്ലെങ്കിൽ 11 അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസമായപ്പോഴേക്കും ഐ സ്ലെപ്റ്റ് അറ്റ് 10 അല്ലെങ്കിൽ 11 എന്ന് പറഞ്ഞു. ഇവിടെ വരാൻ നേരത്ത് ഐ വിൽ സ്ലീപ്പ് അറ്റ് 10, ഐ വിൽ സ്ലീപ്പ് അറ്റ് 10. ഓക്കെ, അതല്ലെങ്കിൽ ഐ വിൽ ഗോ ടു ബെഡ്, ഐ വിൽ ഗോ ടു ബെഡ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നേരത്ത് എന്താണ് പറ്റുന്നത്, നമ്മളോരോ സെൻറ്റൻസുകൾ എടുക്കുന്നു, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ച് പഠിക്കുന്നു, അത് കുറേ തവണ പറയാൻ ശ്രമിക്കുന്നു, അത് നമ്മൾ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അതിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെ ഗ്രാമറായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഡെയിലി റുട്ടീൻ, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് അവതരിപ്പിച്ചത്. ഇന്നലെ ചെയ്ത കാര്യങ്ങളെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇത് ഗ്രാമറായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് എടുത്ത് 3 സന്ദർഭങ്ങളിലാക്കി പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ നേരത്ത്, പ്രത്യേകിച്ചും തുടക്കക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ നേരത്ത് ഇങ്ങനെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാരണവശാലും തെറ്റില്ല. നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനും വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും സാധിക്കും. അപ്പോൾ മറന്നു പോകാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്.